ഞാൻ കാണാനിടയായി. ഒരുപക്ഷെ താങ്കളുടെ വെട്ടുക്കിളികൾ ഇതിലും വന്ന് ഇതേ ഹീറോയിസമാണ് എന്റെ ഉണ്ണിച്ചേട്ടൻ കാണിച്ചതെന്ന് പറയും. പക്ഷെ മിസ്റ്റർ ഉണ്ണിച്ചേട്ടൻ, താങ്കൾ ഇപ്പോ കാണിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി ഹീറോയിസം അല്ല, അത് സീറോയിസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗ്രൗണ്ട് ലെവലിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരാൾ ചെന്ന് ചെയ്യുന്ന ഏറ്റവും സീറോ ലെവൽ പരിപാടിയാണ് താങ്കൾ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. ഒരു വിഷയം ഉണ്ടാവുമ്പോ അതിനൊരു രണ്ട് വശമുണ്ട്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന വിപിൻ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദന്റെയും മാനേജറായ, അതായത് ഞാൻ ഉണ്ണി മുകുന്ദന്റെയും എന്ന് പറയാൻ കാരണം ഈ ബിബിൻ എന്ന് പറയുന്ന ആള് ഉണ്ണി മുകുന്ദന്റെ മാത്രമല്ല സിനിമയിലെ കുറച്ച് മറ്റ് നടന്മാരുടെയും PR വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു PR ഏജന്റ് ആണ് ഈ പറയുന്ന ബിബിൻ എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് ഇന്നലെ രാത്രിയിലാണ് ബിബിൻ വന്നിട്ട് നമ്മുടെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിപ്പെട്ടത്. DLF-ലുള്ള തന്റെ ഫ്ളാറ്റിൽ നിന്ന് താഴെ വിളിച്ചിറക്കി തന്നെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നും തനിക്കൊരു നടൻ നൽകിയ, മറ്റൊരു സിനിമാ നടൻ നൽകിയ കണ്ണാടി ആ നടനോടുള്ള പക വെച്ചിട്ട് ഉണ്ണി മുകുന്ദൻ ചവിട്ടി പൊട്ടിച്ചു എന്നാണ് ഇപ്പോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെ വധഭീഷണി മുഴക്കി എന്നും പറയുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനകത്ത് ഇപ്പൊ വിപിൻ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ മറുനാടൻ ചാനലിലും അങ്ങനെ വേറെ കുറച്ച് ചാനലുകളിലും മറ്റൊരു വാർത്തകൾ വരുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചിട്ടില്ല, അതായത് കണ്ണാട പൊട്ടിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ണി മുകുന്ദൻ കൊടുത്തതായിട്ട് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണവും അത് തന്നെയാണ്. ഉണ്ണി മുകുന്ദന്റെ സൈഡിൽ നിന്നോ അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിവരം കൂടെ ലഭിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും വൈകിയത്. ഇപ്പോഴും ഉണ്ണി മുകുന്ദന്റെ ഓൺലൈൻ പേജിലോ ഉണ്ണി മുകുന്ദൻ പറയുന്നതായിട്ട് ഒരു വീഡിയോ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റു ചില ആളുകൾ പറയുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിലവിലുള്ള വസ്തുതകൾ വെച്ചുകൊണ്ടും ഇപ്പോ ഈ പറയുന്ന വിപിൻ കൊടുത്ത പരാതി പ്രകാരം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഓൺലൈൻ മീഡിയകളും അതുപോലെ തന്നെ നമ്മൾ മെയിൻ സ്ട്രീം ചാനലുകൾ വഴി കണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് വിപിൻ പറയുന്നതാണ്, അതായത് വിപിന്റെ സൈഡാണ് ശരിയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ പറയുന്ന ഉണ്ണി മുകുന്ദനെതിരെ നേരത്തെ പല വിഷയങ്ങളും ഇതുപോലെ ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ഓൺലൈനിൽ റിവ്യൂ പറഞ്ഞു, സിനിമയുടെ റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉണ്ണി ബ്ലോഗ്സിനെയും അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റിനെയും വിളിച്ച് തെറി പറയുന്നതും അതുപോലെ തന്നെ അതിനകത്തുനിന്ന് ഇങ്ങോട്ട് വാടാ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വളരെ ഭീഷണി സ്വരത്തിൽ പറയുന്നതുമായിട്ടുള്ള ഓഡിയോ നമ്മൾ കേട്ടവരാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കഷനുകൾ കഴിഞ്ഞവരാണ്. അപ്പൊ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാണ്, അല്ലാതെ ലോക്കൽ ചട്ടമ്പി അല്ല, അല്ലെങ്കിൽ താങ്കൾ ഒരു ഗുണ്ടയല്ല. ഇനി താങ്കൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് താങ്കൾക്ക് സൊസൈറ്റിയിൽ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം. കാരണം ഈ നാട്ടിൽ ഒരാൾക്ക് എന്താവണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. ഞാനിപ്പോ എനിക്ക് എന്താവണം എന്നുള്ളത് എന്റെ ചോയ്സും ഉണ്ണി മുകുന്ദൻ എന്താവണം എന്നുള്ളത് ഉണ്ണി മുകുന്ദന്റെയും ചോയ്സ് ആണ്. ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞ് ഇപ്പോ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരുപാട് പേരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയായിരിക്കും. കാരണം നിങ്ങളെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആരാധകരും നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു സൊസൈറ്റിയും ഈ നാട്ടിലുണ്ട്. താങ്കൾ റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ താങ്കൾ നടത്തിയ പരാമർശം എല്ലാവരും കേട്ടതാണ്. അതിൽ താങ്കൾ നടത്തിയ വെല്ലുവിളിയും എല്ലാവരും കേട്ടതാണ്. ഇപ്പോ താങ്കളുടെ തന്നെ 6 വർഷം ഒപ്പമുണ്ടായിരുന്ന ഒരു മാനേജർ എന്ന് പറയുന്ന ആളാണ് ഈ ബിബിൻ. ആ ബിബിൻ വന്ന് പൊതുസമക്ഷത്തിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റും താങ്കൾ കേട്ടതാണ്. ഇതിനകത്ത് താങ്കൾ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്, അതുപോലെ തന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. മറ്റൊരു നടനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജാണ് താങ്കളുടെ അതായത് ഇതിനകത്തുള്ള ഈ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് നരിവേട്ട എന്ന് പറഞ്ഞ് ടൊവിനോ തോമസിന്റെ ഒരു പടം കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. അത് വളരെ മികച്ച രീതിയിൽ തിയേറ്ററിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് മറ്റൊരു നടനോടുള്ള പ്രൊഫഷണൽ ജലസിയാണ് ഇതിന് കാരണമെന്നും ഈ പറയുന്ന ബിബിൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് മറ്റൊരു നടനെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. കാരണം സിനിമ ഇൻഡസ്ട്രിക്കകത്ത് പണ്ട് മുതൽക്കേ ഉള്ളതാണ് നടന്മാർ തമ്മിലുള്ള വൈരാഗ്യ ബുദ്ധിയും അതിനെക്കുറിച്ചുള്ള
ഗോസിപ്പുകളായിട്ടും അല്ലാതെ പല ന്യൂസുകളായിട്ടും പുറം ലോകത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് വാർത്തകൾ കണ്ടവരാണ് മലയാളികൾ. അതുകൊണ്ട് ഇതിനകത്ത് അത് ഉണ്ട് എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട പകൽ പോലെ സത്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ പ്രൊഫഷണൽ ഒരു കോമ്പറ്റീഷൻ ആവാം, പക്ഷെ അത് ജലസിയിലേക്ക് പോയിട്ട് ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് ഒരാളെ ഈ ഒരു സിനിമയുടെ പോസ്റ്റർ ഇപ്പൊ ഞാൻ എന്റെ ഈ കോളത്തിൽ കാണുന്ന ഈ 2 കോളത്തിലായിട്ട് ഞാൻ ഈ പറഞ്ഞ PR വർക്ക് ചെയ്യുന്ന ബിബിൻ ഇട്ട പോസ്റ്റാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഇട്ട പോസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ നരിവേട്ട എന്ന സിനിമയിൽ ടൊവിനോ തോമസിന്റെ പെർഫോമൻസിന് ഉൾപ്പെടെ പറയുന്ന ബിബിൻ അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ മറ്റൊരു നടനെ പുകഴ്ത്തി പറയുന്നത് താങ്കൾക്കൊരു പകയിലേക്ക് വരാനും അതൊരു കയ്യാങ്കളിയിലേക്ക് പോകാനും അതിനെ ഇപ്പൊ താങ്കൾ മർദ്ദിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ താങ്കൾ അയാൾക്കെതിരെ എന്തിനാണ് ഒരു സംസാര വിഷയത്തിലെങ്കിലും ആയത്? അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ചെന്ന് താഴെ വിളിച്ച് ഇറക്കി അദ്ദേഹത്തിന്റെ കണ്ണാടി ഇനി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റ് തന്നെയാണ്. അത് ഒരുതരം ലോക്കൽ ഗുണ്ടകൾ ചെയ്യുന്ന, അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നത് ഒരുതരം ഗുണ്ടായിസമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഇമാതിരി കാണിക്കുന്നതിനെ ഹീറോയിസം എന്ന് പറയാൻ പറ്റത്തില്ല. താങ്കൾ ഇപ്പോഴും ഈ വിഷയത്തിനപ്പുറം ഈ വിഷയത്തിൽ താങ്കൾ കാണിച്ചത് ഹീറോയിസം എന്ന് പറയുന്ന ഒരുപാട് കമന്റ് ബോക്സുകൾ ഞാൻ കാണാനിടയായി. ഒരുപക്ഷെ താങ്കളുടെ വെട്ടുക്കിളികൾ ഇതിലും വന്ന് ഇതേ ഹീറോയിസമാണ് എന്റെ ഉണ്ണിച്ചേട്ടൻ കാണിച്ചതെന്ന് പറയും. പക്ഷെ മിസ്റ്റർ ഉണ്ണിച്ചേട്ടൻ, താങ്കൾ ഇപ്പോ കാണിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി ഹീറോയിസം അല്ല, അത് സീറോയിസം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗ്രൗണ്ട് ലെവലിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരാൾ ചെന്ന് ചെയ്യുന്ന ഏറ്റവും സീറോ ലെവൽ പരിപാടിയാണ് താങ്കൾ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. താങ്കൾക്ക് എന്തെങ്കിലും തരത്തിൽ താങ്കൾക്ക് ആ മാനേജറെ വേണമെങ്കിൽ താങ്കൾക്ക് പിരിച്ചു വിടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു കമ്പനി ആയാൽ പോലും അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫ് ആ കമ്പനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ വിത്തിൻ പേപ്പറുകൾ കൊടുത്ത് ഒരു ടെർമിനേഷൻ ലെറ്റർ ഇട്ട് അയാളെ പറഞ്ഞു വിടും. ഇവിടെ അതിന്റെ ആവശ്യം പോലും ഇല്ല. താങ്കളുടെ പേഴ്സണൽ സ്പേസ് ആണ്, അവിടെ വെച്ചിരിക്കുന്ന ഒരു മാനേജറാണ്. അയാളെ താങ്കൾക്ക് വിത്തിൻ ഡേയ്സിൽ നാളെ തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് അയാളെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു അധികാരമുള്ള സ്ഥിതിക്ക് താങ്കൾ എന്തിനാണ് ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നത്, കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത്? ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചോളം ഇതിന്റെ 2 വർഷം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതൊരു വിഷയത്തിനും 2 സൈഡ് ഉണ്ട്. ഇതിൽ ഒരു സൈഡിൽ ഈ പറയുന്ന വിപിൻ പറഞ്ഞതിനകത്ത് ഒന്നുമില്ല എന്ന് തോന്നുന്നില്ല. കാരണം താങ്കളിനെ അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും താങ്കൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് താങ്കൾ ചെയ്യേണ്ടത്. ന്യായീകരിച്ച് താങ്കൾ ഇനി എന്തായാലും താങ്കളുടെ കുറച്ച് ക്ലോസ് സർക്കിളിലുള്ള ഈ മറുനാടൻ എന്നൊക്കെ പറയുന്നത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണെന്നും എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നും BJP അനുകൂലമായിട്ടുള്ള ആളുകളോട് ഈ പറയുന്ന മറുനാടൻ കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണർ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾക്കൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉണ്ട്, താങ്കൾ പൊതുസമൂഹത്തിൽ വന്ന സ്റ്റേറ്റ്മെന്റുകൾ ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും താങ്കൾ ഈ ഒരു വിഷയത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക തന്നെ വേണം. പക്ഷേ കൊടുക്കുമ്പോൾ എന്തിന്റെ പ്രകോപനത്തിലാണ്? അതായത് ഞാൻ ഇരിക്കുന്ന ഒരിടത്ത് വന്നിട്ട് എന്നെ ഒരാൾ മുഖത്ത് നോക്കി തെറി വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ പേഴ്സണലി എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുകയോ ചെയ്താൽ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യും. അതൊരു മനുഷ്യനുണ്ടാവുന്ന ഒരു റിയാക്ഷനാണ്. ഇത് താങ്കൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് അദ്ദേഹം താമസിക്കുന്ന വീട്ടിന്റെ താഴെ വിളിച്ചിറക്കിയിട്ട് തല്ലുക, അല്ലെങ്കിൽ ഇനി താങ്കൾ തല്ലിയില്ല എന്നിരിക്കട്ടെ, താങ്കൾ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് താങ്കൾ അംഗീകരിക്കണം. അതിനെ ന്യായീകരിക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കുക പിന്നെയും താങ്കൾ അതിനെ മെഴുകുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഹാസ്യാത്മകമായ രീതിയിൽ പറയാം. എന്തായാലും ഇതിനകത്തുള്ള 2 വശങ്ങളും ഇനി പുറത്തു വരാനുണ്ട്. കുറച്ചും കൂടി ക്ലിയർ ആവാനുണ്ട് ഈ കേസ്, കുറച്ചും കൂടി ക്രിസ്റ്റൽ ആവാനുണ്ട് ഈ കേസ്. അപ്പൊ ഇനി പോലീസ് ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന്റെ ഭാഗം കൂടി കേൾക്കാനുണ്ട് പൊതുസമൂഹം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ വരും ദിവസത്തെ അപ്ഡേറ്റുകൾ വെച്ചുകൊണ്ട് എന്തായാലും ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വിഷയത്തിലുള്ള വസ്തുതകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പൊ ഇതെല്ലാം തന്നെ ഒരു മിഥ്യയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.